ഹായ് എവരിവൺ. പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ഹോളിവുഡ് മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ജൂൺ 24 മുതൽ അവതാർ ഫയർ ആൻഡ് ആഷ് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 എന്ന വെബ് സീരീസ് ആണ്. ഒരുപാട് ആരാധകരുള്ള ഒരു വെബ് സീരീസ് ആണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ്. ജൂൺ 21 മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി പെഡ്ഡി എന്ന രാംചരൺ നായകനായ മൂവിയാണ്. ഇത് പാൻ ഇന്ത്യൻ ലാംഗ്വേജുകളിൽ നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ ഫസ്റ്റ് വീക്കായി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഒബ്സഷൻ എന്ന ഹൊറർ മൂവിയാണ്. വളരെയധികം അഭിപ്രായങ്ങളോടുകൂടി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് ഒബ്സഷൻ. ജൂൺ 25 മുതൽ ആമസോൺ പ്രൈമിൽ ഒബ്സഷൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി സെക്കൻഡ് ലവ് എന്ന റോംകോം ഡ്രാമ മൂവിയാണ്. ഇത് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി കപ്പ് എന്ന സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ബേസിൽ ജോസഫ്, മാത്യു തോമസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ ഇതിലെത്തുന്നത്. ജൂൺ മാസം അവസാന വാരം മനോരമ മാക്സിൽ കപ്പ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി M4M എന്ന ക്രൈം സസ്പെൻസ് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നു. അടുത്തതായി ബ്ലാസ്റ്റ് എന്ന മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 25 മുതൽ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി നായകനായി വന്ന മൂവിയാണ് ബസൂക്ക. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ ലാസ്റ്റ് വീക്ക് ബസൂക്ക സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഗു എന്ന മലയാളം ഹൊറർ മൂവിയാണ്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതിയ OTT റിലീസുകൾ. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനും മൂവി ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.